ജിം, നീ ഈ വാർത്ത വായിച്ചോ? എന്ത് വാർത്തയാണ് ജോവാൻ? ഞാൻ പത്രം വായിക്കാറില്ലെന്ന് നിനക്കറിയില്ലേ? നോക്ക്, ഇത് ഭൂമികുലുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ കഥയാണ്. തകർന്ന അവശിഷ്ടങ്ങളുടെ അടിയിൽ 15 ദിവസം കിടന്നിട്ടും ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് തികച്ചും അസാധ്യമാണ്. എവിടെ നോക്കട്ടെ? ചിലപ്പോൾ കെട്ടിടം ബലമില്ലാത്തതായിരിക്കണം. അങ്ങനെയായിരിക്കണം ജിം. എന്നാൽ അറിയാമോ ആരാണ് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചത്? എനിക്കറിയില്ല. ഇതൊരു പോലീസ് നായയായിരുന്നോ? പോലീസ് നായയല്ല രക്ഷപ്പെടുത്തിയത്, ഷിക്കാഗോയിൽ നിന്നും പോലീസാണ്. മിടുക്കരായ പോലീസുകാർ. ആ ആളെ രക്ഷിക്കാൻ അവർ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കണം. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഈ അസാധ്യമായ ദൗത്യം നിർവഹിക്കുവാൻ അവരുടെ രക്ഷാധികാരിയായ വിശുദ്ധൻ സഹായിച്ചുവെന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. പോലീസുകാരുടെ രക്ഷാധികാരി വിശുദ്ധനോ? അത് വളരെ രസകരമാണല്ലോ. എന്ത് കഥയാണ് പോലീസുകാരെ പറ്റി, ജോവാൻ? ഹായ് അങ്കിൾ, ഞാനും ജിമ്മും ഷിക്കാഗോ പോലീസിന്റെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടുത്തൽ യജ്ഞത്തെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. അതെ അങ്കിൾ, ഈ ഭൂമികുലുക്കത്തിൽപ്പെട്ടയാൾ 15 ദിവസം അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നു. ഇതാ നോക്കൂ. ഈ വാർത്ത ഞാൻ രാവിലെ വായിച്ചിരുന്നു. ഒരുപക്ഷെ രക്ഷാധികാരി വിശുദ്ധൻ ഈ ദൗത്യത്തിൽ അവരെ നയിച്ചിരിക്കാം. പോലീസിന്റെ രക്ഷാധികാരി വിശുദ്ധൻ? അങ്കിൾ, ജോവാനും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ വാസ്തവത്തിൽ ആരാണ് ഈ രക്ഷാധികാരി വിശുദ്ധൻ? ഓ ജോവാൻ, അവരുടെ രക്ഷാധികാരി വിശുദ്ധനെ പറ്റി നിനക്കറിയാം. എന്നിട്ട് എന്തുകൊണ്ട് നീ നിന്റെ സഹോദരനോട് പറഞ്ഞില്ല? ഇപ്പോൾ മനസ്സിലായോ ജിം, പത്രം വായിക്കണമെന്ന്? ആ രക്ഷാധികാരി വിശുദ്ധന്റെ പേര് യൂദാസ് തദേവൂസ് എന്നാണ്. എനിക്ക് വിശുദ്ധ യൂദാസിനെ കുറിച്ച് അറിയാം. ചില കൂട്ടുകാർ പരീക്ഷയ്ക്ക് മുമ്പ് ഈ വിശുദ്ധന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പറയുന്നു ഈ വിശുദ്ധന്റെ മധ്യസ്ഥം വഴി ഏത് വിഷമം പിടിച്ച പരീക്ഷയും ജയിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശുദ്ധനെ പരീക്ഷയിൽ ജയിപ്പിക്കുന്ന ഒരു വിശുദ്ധനായിട്ടേ അറിയുള്ളൂ? അങ്കിൾ, ഞങ്ങൾക്കധികമൊന്നും ഈ വിശുദ്ധനെ പറ്റി അറിയില്ല. ഈശോയെ ഒറ്റിക്കൊടുത്തത് യൂദാസ് തദേവൂസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ജോവാൻ, നീ ശരിയാണ് പറഞ്ഞത്. യൂദാ തദേവൂസിനെ പറ്റി സുവിശേഷത്തിൽ 2 അവസരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ഒന്നാമത്തേത് വിശുദ്ധനെ അപ്പസ്തോലനായി തിരഞ്ഞെടുത്ത സമയത്തും രണ്ടാമത്തേത് ഒടുവിലത്തെ അത്താഴത്തിന്റെ സമയത്തുമാണ്. അതുകൊണ്ടായിരിക്കും ഈ വിശുദ്ധനെ പറ്റി അധികമൊന്നും ആർക്കും അറിയാത്തത്. എന്നാൽ വിശുദ്ധ യൂദാസ് ഈശോയുടെ ഒരു അടുത്ത ബന്ധുവാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ ജോവാൻ, വിശുദ്ധ യൂദായുടെ അപ്പൻ ക്ലിയോഫാസിന്റെ സഹോദരനാണ് ഈശോയുടെ വളർത്തച്ഛൻ പിതാവ് ജോസഫ്. വിശുദ്ധ യൂദായുടെ അമ്മയും ഈശോയുടെ അമ്മയും സഹോദരപുത്രിമാരാണ്. അതായത് വിശുദ്ധ യൂദാ ഈശോയുടെ സഹോദരനാണ്. വാവ്, വിശുദ്ധ യൂദാസ് ഈശോയുടെ മാതാവിന്റെയും പിതാവിന്റെയും കുടുംബങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ കുട്ടികളെ, വിശുദ്ധന്റെ ശക്തിയുള്ള മധ്യസ്ഥതയ്ക്ക് കാരണം ഈശോയുമായുള്ള ഈ അടുത്ത ബന്ധമാണ്. ഇന്ന് ഗ്രീസ് എന്നറിയപ്പെടുന്ന എഡേസയിലെ അബ്ഗാര രാജാവിന് കുഷ്ഠം പിടിപെട്ട് കഷ്ടപ്പെടുകയായിരുന്നു. രാജാവ് ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി കേട്ടിരുന്നു. രാജാവിന്റെ രോഗം സുഖപ്പെടുത്തുവാൻ ഒരു ദൂതനെ അയച്ച് ഈശോയോട് അപേക്ഷിച്ചു. എന്റെ കർത്താവേ, എന്റെ ഗുരു, ഗ്രീസിലെ രാജാവ് രോഗം ബാധിച്ച് കഷ്ടപ്പെടുകയാണ്. രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതിന് അങ്ങയുടെ സഹായം രാജാവ് യാചിക്കുന്നു. അബ്ഗാര രാജാവിന്റെ ഗൗരവമായ രോഗത്തെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ രാജാവിനോട് പറയുക, അവൻ മരിക്കുകയില്ല എന്ന്. അവൻ എൻ്റെ സഹായം ആവശ്യം വരുമ്പോൾ ഞാൻ അപ്പസ്തോലന്മാരിൽ ഒരാളെ അയക്കാം. ഇപ്പോൾ നീ നിന്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് പോവുക. ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ രാജാവ് വേദനിച്ച് കഴിയുകയായിരുന്നു. എന്റെ പ്രഭു, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഈശോയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? എന്താണ് ഈശോ പറഞ്ഞത്? എന്റെ പ്രഭു, ഈശോ പറഞ്ഞു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷണം നടത്തുന്നതിനാൽ വളരെ തിരക്കിലാണെന്ന്. എന്നാൽ ആവശ്യം വന്നാൽ ഒരു അപ്പസ്തോലനെ അയച്ച് അങ്ങയുടെ രോഗം സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ വരുന്നത് വരെ ഈ വേദന എങ്ങനെയാണ് ഞാൻ സഹിക്കാൻ പോകുന്നത്? കേൾക്കൂ, നീ ചിത്രകാരൻ നാഥാരനെ വിളിച്ച് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. അവൻ ഈശോയുടെ ശോഭിക്കുന്ന മുഖം ഒരു തുണിയിൽ വരയ്ക്കും. തുണി കൊണ്ട് ഞാൻ എൻ്റെ ശരീരം മറയ്ക്കും. അങ്ങനെ അപ്പസ്തോലൻ വരുന്നത് വരെ എനിക്ക് വേദനയിൽ നിന്ന് ശമനം കിട്ടും. എനിക്ക് ഉറപ്പുണ്ട്. ശരി പ്രഭു, അങ്ങ് കൽപ്പിച്ചതുപോലെ തന്നെ ഞാൻ നാഥാലിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ആ ദിവസം തന്നെ ദൂതൻ നാഥലനെയും കൂട്ടി ഈശോയുടെ അടുത്തേക്ക് പോയി. അവർ അവിടെ എത്തിയപ്പോൾ ഈശോയ്ക്ക് ചുറ്റും ശിഷ്യന്മാർ നിൽക്കുന്നതും അവരോട് ഈശോ സംസാരിക്കുകയുമായിരുന്നു. അവിടെ ഇരുട്ടായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് വളരെ അടുത്തു ചെന്ന് ഈശോയുടെ മുഖം വരയ്ക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ശരി, എന്നാൽ നാളെ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് ഒന്നുകൂടി പരിശ്രമിക്കാം.
അടുത്ത ദിവസം നാഥലും ദൂതനും അവിടെ ചെന്നപ്പോൾ ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം സാഹചര്യങ്ങൾ വളരെ അനുയോജ്യമായിരുന്നു. വളരെ നന്നായിരിക്കുന്നു. ഈശോയുടെ ആ സ്വർഗീയ തേജസ്സുള്ള മുഖം വരയ്ക്കുവാൻ എനിക്ക് സാധിക്കും. എനിക്ക് 1 മണിക്കൂർ മാത്രം മതി. എന്നാൽ നമുക്ക് വേഗം തുടങ്ങാം, അല്ലെങ്കിൽ ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ ജനങ്ങൾ അടുത്തു വന്നാൽ ഈശോയുടെ മുഖത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് വരച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം ഈ രണ്ടുപേരുടെയും പ്രയത്നങ്ങൾ ഈശോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ അവരുടെ വിശ്വാസത്തിൽ അത്ഭുതപ്പെടുകയും യൂദാസിനെ അടുത്ത് വിളിക്കുകയും ചെയ്തു. യൂദാസ്, ദയവായി എന്റെ അടുത്ത് വരിക. ശരി എന്റെ കർത്താവേ. നീ ചെന്ന് എന്റെ മുഖം വരയ്ക്കുവാൻ പ്രയത്നിക്കുന്ന ആ 2 വിജാതീയരെയും വിളിച്ചുകൊണ്ടുവരിക. യൂദാസ് നഥാലിന്റെയും ദൂതന്റെയും അടുത്തേക്ക് ചെന്നു. സഹോദരന്മാരെ, എന്റെ ഗുരു നിങ്ങളെ വിളിക്കുന്നു. എന്തിനാണ്? അനുവാദം കൂടാതെ അദ്ദേഹത്തിന്റെ മുഖം വരച്ചതിന് അദ്ദേഹത്തിന് ഞങ്ങളോട് ദേഷ്യമാണോ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങളുടെ മരിക്കാറായ രാജാവിന് വേണ്ടിയാണ്. ദയവായി ക്ഷമിക്കുക. അപ്പോൾ നഥാലും ദൂതനും യൂദാസിന്റെ കൂടെ ഈശോയുടെ അടുത്തേക്ക് പോയി. ഈശോ ആ ചെറിയ കഷ്ണം തുണിയെടുത്ത് ഈശോയുടെ മുഖം മൂടി, എന്നിട്ട് തിരിച്ചു കൊടുത്തു. ഓ എന്റെ കർത്താവേ, അങ്ങയുടെ പ്രതിരൂപം ഈ തൂവാലയിൽ രൂപപ്പെട്ടിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത് അത്ഭുതമായിരിക്കുന്നു. നീ പോയി നിന്റെ രാജാവിനോട് നീ പറയുക. അവന്റെ ആഴമായ വിശ്വാസം അവന്റെ രോഗാവസ്ഥയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്ന്. ഈ തൂവാല കൊണ്ട് അവന്റെ ശരീരം നീ പുതപ്പിക്കുക. അപ്പോൾ അവൻ അവന്റെ വേദനയിൽ നിന്നും മോചിതനാവും. ഗുരു, അങ്ങയുടെ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാജാവ് രക്ഷപ്പെട്ടിരിക്കുന്നെന്ന്. ഓ, അവരിപ്പോൾ എത്തിയിരുന്നുവെങ്കിൽ നാഥാലിന് ഈശോയുടെ പടം വരയ്ക്കുവാൻ സാധിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാജാവ് ഈ വാചകം പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ നാഥാലും ദൂതനും കൊട്ടാരത്തിലേക്ക് നടന്നു വന്നു. എന്റെ പ്രഭു, അവസാനം നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? എന്റെ പ്രഭു, ഒരത്ഭുതം സംഭവിച്ചു. എന്തത്ഭുതം? എന്നോട് പറയൂ. പ്രഭു, ഈശോയുടെ ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ടും ഈശോയെ നന്നായി കാണാൻ സാധിക്കാത്തതുകൊണ്ടും എനിക്ക് ഈശോയുടെ ചിത്രം വരയ്ക്കുവാൻ സാധിച്ചില്ല. അതേ പ്രഭു, അപ്പോഴാണ് ഈശോ ഞങ്ങളെ കണ്ടതും തന്റെ ശിഷ്യനായ യൂദാസിനെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചതും ഈ തൂവാല എടുത്തതും. തൂവാല? ഈശോയ്ക്ക് വേണ്ടി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശോ തൂവാലയെടുത്ത് മുഖം തുടച്ചപ്പോൾ ഈശോയുടെ മുഖം ഇതിൽ പതിഞ്ഞു. എന്നിട്ട് എന്റെ പ്രഭു, എന്നിട്ട് എന്തു പറ്റിയെന്ന് പറയൂ. ഈശോ ഈ തൂവാല കൊണ്ട് മുഖം തുടച്ചപ്പോൾ ഈശോയുടെ പ്രതിരൂപം ഈ തൂവാലയിൽ പതിഞ്ഞു. ദാ നോക്കൂ, ഇതൊരു അത്ഭുതമായിരിക്കുന്നു. ഈശോ ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ വിശ്വാസം കൊണ്ട് അങ്ങയ്ക്ക് ശമനം കിട്ടുമെന്ന്. ഈശോ ഇങ്ങനെയും പറഞ്ഞു, അതായത് തന്റെ ശിഷ്യൻ യൂദായെ ഒരു ദിവസം അങ്ങയുടെ അടുത്തേക്ക് അയച്ച് അങ്ങയെ പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്നും. എന്റെ കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി. കുറെ ദിവസങ്ങൾക്ക് ശേഷം പെസഹ രാത്രി ഈശോ തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം അത്താഴം കഴിക്കുകയായിരുന്നു. ആരെന്റെ കൽപ്പനകൾ പാലിക്കുന്നുവോ അവരെന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുകയും അവർക്കെന്നെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ യൂദാസ് ഈശോയോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം? ബാക്കി ഈ ലോകത്തുള്ളവർക്കെല്ലാം അങ്ങയെ കാണണ്ടേ? എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രബോധനങ്ങൾ അനുസരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശക്തിപ്പെടുകയും നിങ്ങൾ വിജാതീയരെ സുവിശേഷം അറിയിക്കുകയും ചെയ്യും. ഈശോ ഉപദേശിച്ചതുപോലെ തന്നെ ഈശോയുടെ കുരിശുമരണത്തിനും ഉയർപ്പിനും ശേഷം യൂദാസ് വിജാതീയർക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം യൂദാസ് എഡോസായിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ കുത്തുന്നത് കണ്ടു. കുത്തിയ ആൾ എഡോസായിലെ അറിയപ്പെടുന്ന ഒരു കുറ്റവാളി ആയിരുന്നു. ഹേ സഹോദര, നീ എന്തുകൊണ്ട് കത്തി ഉപയോഗിക്കുന്നു? നീ ഗൗരവമായ ഒരു പാപം ചെയ്തിരിക്കുന്നു. നിന്റെ പാപത്തെയോർത്ത് നീ പശ്ചാത്തപിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ തീർച്ചയായും ശിക്ഷിക്കും. എന്നെ പഠിപ്പിക്കാൻ നീ ആരാണ്? എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, നിനക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ. ദൈവത്തിന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ നിനക്ക് എന്ത് ധൈര്യമാണ്? കർത്താവേ, ദയവായി അങ്ങ് ആരാണെന്ന് ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കണമേ. ആ നിമിഷം തന്നെ അയാൾ ഊമനായി. പിന്നീട് ഒരിക്കലും അയാൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. അവൻ ശരിക്കും പേടിക്കുകയും യൂദാസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവൻ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും യൂദാസിനെ അനുഗമിക്കുകയും ചെയ്തു. ഈ അത്ഭുതത്തിന്റെ വാർത്ത വളരെ വേഗത്തിൽ എല്ലായിടത്തും പരക്കുകയും ജനങ്ങൾ യൂദാസിൽ വിശ്വസിക്കാനും തുടങ്ങി. യൂദാസ് രാജകൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് അബ്കാര രാജാവ് അറിഞ്ഞു.
രാജാവ് കുറച്ചുനാളായി രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. അയാൾ ഈശോ വാഗ്ദാനം ചെയ്ത യൂദാസിന്റെ വരവിനും രോഗശാന്തിക്കും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പസ്തോലൻ യൂദാസ് ഇപ്പോഴും എത്തിയിട്ടില്ലേ? അദ്ദേഹം ഇവിടെ കൊട്ടാരത്തിൽ വന്ന് എന്നെ സുഖപ്പെടുത്തുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. അതെ, ഞാൻ എത്തിയിരിക്കുന്നു എദേസയിലെ രാജാവേ. കൃത്യസമയത്ത് തന്നെ ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങ് വന്നതിന് വളരെയധികം നന്ദി. കർത്താവായ ഈശോയെ, എന്റെ ദൂതൻ ഈശോയിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രം തന്നെയല്ലേ ഇത്? ഉടൻ തന്നെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. യൂദാസിന്റെ നെഞ്ചിലുണ്ടായിരുന്ന ഒരു പ്രകാശാടയാളം പ്രകാശം പുറപ്പെടുവിക്കാൻ തുടങ്ങുകയും അബ്ഗാര രാജാവ് സുഖം പ്രാപിക്കുകയും ചെയ്തു. അതെ, വിശുദ്ധ യൂദാസിന്റെ സഹായത്താൽ രാജാവിന്റെ കുഷ്ഠം സുഖം പ്രാപിക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, അങ്ങയുടെ ദാസനോട് അങ്ങ് കരുണ കാണിച്ചു. അങ്ങ് ചെയ്ത വാഗ്ദാനം അങ്ങ് പാലിച്ചു. ഈ വിജയാദിയന്റെ മേൽ അങ്ങ് അനുഗ്രഹങ്ങൾ വർഷിച്ചു. സർവശക്തനായ ദൈവം എദേസ രാജ്യത്തോട് കരുണയുള്ളവനായിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വിളിച്ചു പറയണം. ഞാൻ എദേസയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുക. എദേസയിൽ നിന്ന് വിശുദ്ധ യൂദാസ് മെസൊപ്പൊട്ടാമിയയിലേക്ക് പോയി, അതായത് ഇപ്പോഴത്തെ ഇറാഖ്. നീചമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ദുഷ്ടമനുഷ്യരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ രാജ്യം. മരിച്ച ശവശരീരങ്ങളെ ബഹുമാനപൂർവ്വം അടക്കം ചെയ്യുന്നതിന് പകരം കാട്ടുമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. അവർ ദുഷ്ടശക്തികളെ ആരാധിക്കുകയും മോശമായ ജീവിതം നയിക്കുന്നവരുമായിരുന്നു. ഹേയ് നീചരായ മനുഷ്യരെ, മൃഗങ്ങളെക്കാളും മോശമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേലുണ്ട്. പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. നീ ആരാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ? ഞങ്ങൾക്ക് നിന്റെ വിവരം കേട്ട പഠിപ്പിന് ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. നീ പോയി ചാവടാ വിട്ടി. ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് സത്യദൈവത്തിലേക്ക് തിരിയുവിൻ. എന്തു പറ്റി? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. സഹായിക്കണേ, എന്നെ സഹായിക്കണേ. എന്നോട് ക്ഷമിക്കൂ. അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ സഹായിക്കൂ. ഞാൻ അങ്ങേ അനുഗമിക്കാം. എഴുന്നേൽക്കുക. വിശുദ്ധ യൂദാസ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും വളരെ കുറച്ച് അനുയായികളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭൂരിഭാഗം ആളുകളും വിഗ്രഹാരാധകരും നീചന്മാരുമായിരുന്നു. ഒരു ദിവസം വിശുദ്ധ യൂദാസ് നോക്കുമ്പോൾ ബലിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഹേയ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ചെറിയ കുഞ്ഞിനോട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കറിയില്ലേ നരബലി കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന്? ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്? നീ എവിടുന്ന് വന്നു? ഈ ബലി ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിന്റെ ദൈവങ്ങളെയും കൊണ്ട് നരകത്തിൽ പോവുക. നിങ്ങൾ ഈ കുഞ്ഞിനെ ബലിയായി കൊടുക്കാൻ പറ്റില്ല. ഈ സംഭവം അവിശ്വാസികളെ ശരിക്കും അരിശം കൊള്ളിച്ചു. അവർ വിശുദ്ധനെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. അതെ, അയാളെ ആക്രമിക്കാൻ ശരിയായ സമയം ഇതാണ്. അയാൾ ഗാഢമായ നിദ്രയിലാണ്. നമുക്കയാളെ ഇന്ന് കൊല്ലാം. അതെ, ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഭാര്യയും കുട്ടികളും അയാളുടെ അനുയായികളായി. ഞാൻ സഹിച്ചതിന് അയാളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അയ്യോ, ദയനീയമാണല്ലോ അങ്കിൾ. അതെ ജിം, തീർച്ചയായും അങ്ങനെയാണ് ജിം. ജോവാൻ, നിങ്ങൾ വിശുദ്ധന്റെ ഈ ചിത്രത്തിന്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടോ? തീർച്ചയായും. ഈശോയുടെ ഹൃദയത്തിൽ കാണുന്ന അതേ വര തന്നെയാണ് വിശുദ്ധന്റെ ഹൃദയത്തിലും കാണുന്നത്. അതെ, അത് ശരിയാണ് ജിം. വേറെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിം? എന്റെ സംശയം ഇതാണ്: 40കളിൽ മരിച്ച വിശുദ്ധൻ എന്തിനാണ് കയ്യിൽ ഒരു വടി പിടിച്ചിരുന്നത്? ഇത് നല്ലൊരു ചോദ്യമാണ് ജിം. വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചത് തലയിൽ നീളമുള്ള കോലുകൊണ്ടുള്ള അടിയേറ്റാണ്. ഇതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വിശുദ്ധന്റെ കയ്യിലുള്ള വടി. അങ്കിൾ ഫ്രാൻസിസ്, വിശുദ്ധ യൂദാസ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം വിജാതിയർക്കിടയിൽ സുവിശേഷം പ്രസംഗിച്ച് ഒരു രക്തസാക്ഷിയായി തീർന്നു. അത് ശരിയാണ് ജോവാൻ. എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്കിവിടെ നിർത്താം. ഞാൻ വേറൊരു കഥയുമായി നാളെ നിങ്ങളെ കാണാം. ശരി അങ്കിൾ, അങ്ങനെയാവട്ടെ. ശരി കുട്ടികളെ.
ഗുഡ് മോർണിംഗ് ജിം. ഡാഡ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഇന്ന് മെയ് 1-ാം തീയതിയാണ്. ഇന്ന് ലോകം മുഴുവനും മെയ് ദിനം അല്ലെങ്കിൽ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നു. ഇന്നത്തെ ദിവസം തൊഴിലാളികളുടെ ദിവസമാണ്. അതെ, ഇന്നാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ. ഹേ ജോവാൻ, നിനക്കറിയില്ലേ മാർച്ച് 19-നാണ് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പെരുന്നാൾ. അന്ന് നമ്മൾ ഒരുമിച്ച് ഡാഡിയുടെ കൂടെ പള്ളിയിൽ പോയിരുന്നില്ലേ? നിനക്ക് തെറ്റിപ്പോയതാണ് ജിം. മെയ് 1-ാം തീയതിയാണ് യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. അതെന്തിങ്ങനെ ഡാഡ്? ഒരു വിശുദ്ധന് വ്യത്യസ്ത ദിനങ്ങളിലായി 2 തിരുനാളോ? അതെ, നമുക്ക് ഇങ്ങനെ പറയാം. അതായത് മാർച്ച് 19 യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാളായി ആഘോഷിക്കുന്നു. മെയ് 1-ാം തീയതി തൊഴിലാളിയായി യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നിനക്ക് മനസ്സിലായോ ജിം? എനിക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റില്ലെന്ന്. ഓ, ആശയക്കുഴപ്പത്തിലായല്ലോ. ഞാൻ ചിന്തിച്ചിട്ട് ഇതിന് ഒരു മാർഗമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കാൻ ഏറ്റവും നല്ലയാൾ അങ്കിൾ ഫ്രാൻസിസ് ആണ്. ശരിയാണ് ഡാഡ്. ഇന്ന് അങ്കിൾ ഫ്രാൻസിസ് ഒരു വിശുദ്ധന്റെ കഥ പറയുന്നതിനായി വരുന്നതായിരിക്കും. അപ്പോൾ യൗസേപ്പ് പിതാവിന്റെ കഥ പറയുവാൻ പറയും. ഗുഡ് മോർണിംഗ് ജോസഫ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഫ്രാൻസിസ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഒരു നല്ല വാഗ്വാദത്തിന് ഞങ്ങളോടൊപ്പം ചേരുക. ഓ, വാഗ്വാദം, അത് വളരെ നന്നായിരിക്കുന്നു. യൗസേപ്പ് പിതാവിന് എന്തുകൊണ്ടാണ് 2 തിരുനാളെന്ന് ചിന്തിച്ച ജിം ആകെ ആശയക്കുഴപ്പത്തിലാണ്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കളായിരിക്കും ഇതിനെപ്പറ്റി പറയുവാൻ ഏറ്റവും നല്ല ആളെന്ന്. വളരെ യാദൃച്ഛികമായിരിക്കുന്നു. ഇന്ന് ഞാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കഥ പറയണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ശരി, എന്നാൽ ഇനി ശ്രദ്ധിച്ചോളൂ. തൊഴിലാളികളുടെ രക്ഷാധികാരി വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. 10-ാം നൂറ്റാണ്ട് മുതൽ മാർച്ച് 19 ഈ വിശുദ്ധന്റെ തിരുനാളായി ആഘോഷിക്കുന്നു. നീ അത് കേട്ടോ ജോവാൻ? ഞാനത് പറഞ്ഞില്ലേ? നിർത്തൂ ജിം, അങ്കിൾ പറയട്ടെ. 1955 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ മെയ് 1-ാം തീയതി തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളായി സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ശരിയാണ്. ക്ഷമിക്കണം ഫ്രാൻസിസ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കാണേണ്ടതായുണ്ട്. കുട്ടികളെ, യൗസേപ്പ് പിതാവിന്റെ കഥ നന്നായി കേൾക്കണം. എന്നാൽ ശരി ജോസഫ്, നമുക്ക് പിന്നീട് കാണാം. കുട്ടികളെ, യൗസേപ്പ് പിതാവിന്റെ കർത്തവ്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? അങ്കിൾ, അദ്ദേഹം ഈശോയുടെ പിതാവും തിരുകുടുംബത്തിന്റെ നാഥനുമായിരുന്നു. ശരിയാണ് നീ പറഞ്ഞത് ജോവാൻ. മനുഷ്യരക്ഷയുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഒരു രാത്രി ദൈവത്തിന്റെ മാലാഖ ജോസഫിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജോസഫ്, മാലാഖ? ദാവീദിന്റെ പുത്രനായ ജോസഫ്, എന്തുകൊണ്ടാണ് നീ വിഷമിച്ചും ആശയക്കുഴപ്പത്തിലുമായിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം. മേരിയുമായുള്ള എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അറിഞ്ഞു മേരി ഗർഭിണിയാണെന്ന്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങിയിട്ടില്ല. ജോസഫ്, നീ വിഷമിക്കേണ്ട. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീ അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ ഈശോ എന്ന് പേരിടണം. ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ കാരണം മേരിക്ക് ഒരു അപമാനവും ഉണ്ടാകില്ല. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ജോസഫ് മേരിയെ വിവാഹം കഴിച്ച് നസ്രത്തിൽ ഒരുമിച്ച് ജീവിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം മേരി 9 മാസം ഗർഭിണിയായിരുന്നപ്പോൾ റോമ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവരുടെ പേരുകൾ എഴുതിക്കാനായി ജോസഫിനും മേരിക്കും ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. ജോസഫ്, നമ്മൾ ബെത്ലഹേമിൽ എത്താറായോ? ഞാൻ വല്ലാതെ മടുത്തു. എനിക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. അതെ പ്രിയേ, നമ്മൾ ബെത്ലഹേമിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ചുറ്റും നോക്കൂ മേരി, ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ചു നേരം കിടക്കണം ജോസഫ്. എനിക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ ജോസഫ് അവിടെ ഒരു സത്രം കണ്ടു. ഒരു പ്രാവശ്യം കൂടി തന്റെ ഭാഗ്യം പരീക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഇവിടെ കാത്തു നിൽക്കൂ പ്രിയേ, അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് നോക്കട്ടെ. ശരി, പക്ഷേ വേഗം തിരിച്ചു വരണം. മേരി, മേരി, ആ സത്രം സൂക്ഷിപ്പുകാരൻ ഒരു ദയുള്ള മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് മുറി കിട്ടിയോ? ഇല്ല ഇല്ല, അവിടെ വലിയ തിരക്കാണ്. സത്രം സൂക്ഷിപ്പുകാരന് പോലും ഉറങ്ങാൻ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ നിന്നോട് പറയുവാൻ പോവുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു,
പട്ടണത്തിന് പുറത്ത് അദ്ദേഹത്തിനൊരു തൊഴുത്തുണ്ട് എന്ന്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാമെന്ന്. അത് നന്നായി ജോസഫ്. ദൈവമേ, അങ്ങേക്ക് നന്ദി. വരൂ മേരി, നീ ഇവിടെ കിടന്ന് കുറച്ചു നേരം വിശ്രമിക്കൂ. താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയതിൽ ദൈവമേ അങ്ങേക്കു നന്ദി. എനിക്ക് നല്ല വേദനയുണ്ട്. സമയമായെന്ന് തോന്നുന്നു. ആ രാത്രി മേരി ഈശോയ്ക്ക് ജന്മം കൊടുത്തു. ഇതിനിടയിൽ പൗരസ്ത്യ രാജ്യത്ത് നിന്ന് 3 ജ്ഞാനികൾ ഹേരോദ് രാജാവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ ജനനസ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഹേരോദിന് ആ സ്ഥലം അറിയാത്തതിനാൽ കണ്ടുപിടിച്ചാൽ ഹേരോദിനോട് പറയണമെന്ന് ജ്ഞാനികളോട് ആവശ്യപ്പെട്ടു. കാരണം ഹേരോദ് ഉണ്ണീശോയെ കൊല്ലുവാൻ പദ്ധതിയിട്ടിരുന്നു. അന്ന് രാത്രി ഒരു മാലാഖ ജോസഫിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജോസഫ്, എഴുന്നേൽക്കുക, മേരിയെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുക. ഹേരോദ് രാജാവ് കുഞ്ഞിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. മേരി, മേരി എഴുന്നേൽക്ക്. എന്തു പറ്റി? എന്റെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് ആപത്തിലാണെന്ന്. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ഈജിപ്തിലേക്ക് രക്ഷപ്പെടണം. പക്ഷേ നമ്മൾ എങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇത്ര ദൂരെ യാത്ര ചെയ്യും? വിഷമിക്കണ്ട മേരി, ദൈവം നമ്മെ സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. എത്രനാൾ നമ്മൾ ഈജിപ്തിൽ താമസിക്കുമെന്ന് എനിക്കറിയില്ല. കർത്താവ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. സാരമില്ല ജോസഫ്, ശരിയായ സമയം വരുമ്പോൾ ദൈവം തന്നെ നമ്മളെ അറിയിക്കും. കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജോസഫും മേരിയും ഈജിപ്തിലെത്തി. അവർ അവിടെ വളരെ കാലം ജീവിച്ചു. ഒരു ദിവസം, ഉണരുക ജോസഫ്, ഹേരോദ് മരിച്ചിരിക്കുന്നു. മേരിയെയും കുഞ്ഞിനെയും കൂട്ടി ഇസ്രായേലിലേക്ക് പോവുക. മേരി, എന്താ ജോസഫ്? എന്തിനാ എന്നെ ഈ പാതിരാത്രിയിൽ എഴുന്നേൽപ്പിച്ചത്? മേരി, മാലാഖ വീണ്ടും എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ഇസ്രായേലിലേക്ക് പോണം. ഹേരോദ് രാജാവ് മരിച്ചു. അതുകൊണ്ട് നമ്മളോട് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാൻ മാലാഖ പറഞ്ഞു. അങ്ങനെ ജോസഫും മേരിയും ഈശോയും ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. അവർ അവിടെ നസ്രത്തിൽ താമസിച്ചു. ഈശോ കൃപയിലും ജ്ഞാനത്തിലും വളർന്നു. ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ജോസഫിന്റെയും മേരിയുടെയും കൂടെ ജെറുസലേമിലേക്ക് പെസഹ തിരുനാളിനായി പോയി. നോക്കൂ, ദേവാലയത്തിൽ വളരെ തിരക്കാണ്. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം. വഴിതെറ്റിപ്പോകാതിരിക്കാൻ നീ എന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ആയിരിക്കണം. തീർച്ചയായും പിതാവേ, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും. പെസഹ തിരുനാളിന് ശേഷം ഈശോ ദേവാലയത്തിൽ തങ്ങി നിന്നു. ജോസഫും മേരിയും വെവ്വേറെ യാത്രയായി. ജോസഫ് ഓർത്തു ഈശോ മേരിയുടെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ മേരി ഓർത്തു ഈശോ ജോസഫിന്റെ കൂടെ യാത്ര ചെയ്യുകയാണെന്ന്. അങ്ങനെ അവർ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തു. ക്ഷമിക്കണം, നിങ്ങൾ മേരിയെയും ഈശോയും കണ്ടോ? ഞാൻ മേരിയുടെ കൂടെ ഈശോയെ കണ്ടില്ലല്ലോ. അവൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു, പക്ഷേ ഈശോ കൂടെ ഇല്ലായിരുന്നു. ഓ ദൈവമേ, ഞാൻ ഓർത്തു അവൻ മേരിയുടെ കൂടെയുണ്ടെന്ന്. എന്നാൽ അവൻ എവിടെയാണ്? മേരി, ഈശോ എവിടെയാണ്? അവൻ അങ്ങയുടെ കൂടെ ഇല്ലേ? ഇല്ല, ദേവാലയത്തിലെ പൂജ കഴിഞ്ഞ് അവൻ നിന്റെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. വരൂ, നമുക്ക് വേഗം ദേവാലയത്തിൽ തിരിച്ചു ചെന്ന് അവനെ അവിടെ അന്വേഷിക്കാം. ദൈവമേ, അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ അന്വേഷിക്കാനായി അവർ ദേവാലയത്തിലേക്ക് തിരിച്ചുപോയി. അവർ ദേവാലയത്തിലെത്തിയപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ഈശോ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് വാഗ്വാദം നടത്തുന്നതായി അവർ കണ്ടു. മകനെ, നീ ഇവിടെയാണോ? നീ എന്താ മോനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതാണെന്ന്? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ എല്ലാവരും ക്ഷീണിതരായിരിക്കുന്നു. നിൽക്കൂ, ഈശോ നിങ്ങളുടെ മകനാണോ? അതെ ഗുരു, അവൻ ഞങ്ങളുടെ മകനാണ്. അവൻ എന്തെങ്കിലും തെറ്റായി ചെയ്തോ? ഇല്ല, വാസ്തവത്തിൽ അവനൊരു ബുദ്ധിമാനായ കുട്ടിയാണ്. അവന് വിശുദ്ധ ലിഖിതത്തെപ്പറ്റി ആഴമായ അറിവുണ്ട്. നന്ദിയുണ്ട് ഗുരു, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ജോസഫ് ഈശോയെ നസ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോസഫ് തന്റെ കുടുംബകാര്യങ്ങൾ നോക്കി നടത്തുകയും ഈശോയെ കൃപയിലും ജ്ഞാനത്തിലും വളരുന്നതിന് സഹായിക്കുകയും ചെയ്തു. എന്നാൽ ആ
അങ്കിൾ, സുവിശേഷത്തിലെ ഈ സംഭവത്തിനു ശേഷം എന്തുകൊണ്ടാണ് യൗസേ പിതാവിനെ പറ്റി യാതൊന്നും കേൾക്കാത്തത്? അതെ, അത് വളരെ ശരിയാണ് ജോവാൻ. ജെറുസലേം ദേവാലയത്തിൽ നടന്ന ഈ സംഭവത്തിന് ശേഷം വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിതത്തെയും മരണത്തെയും പറ്റിയുള്ള ഒരു വിവരവും സുവിശേഷത്തിലില്ല. എന്നാൽ അങ്കിൾ, എങ്ങനെയാണ് വിശ്വ പിതാവ് മരിച്ചതെന്നറിയാമോ? വിശുദ്ധ യൗസേ പിതാവ് ഈശോ തന്റെ പരസ്യജീവിതം തുടങ്ങുന്നതിന് മുമ്പായി മരിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഈ കാലയളവിൽ വിശുദ്ധ യൗസേ പിതാവിനെ പറ്റി സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നില്ല. ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഒരിടത്തും യൗസേ പിതാവിനെ പറ്റി സൂചിപ്പിക്കുന്നില്ല. നീ പറഞ്ഞത് ശരിയായിരിക്കണം ജോവാൻ. യൗസേ പിതാവ് സന്തോഷകരമായ മരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. ഓ, സന്തോഷകരമായ മരണമോ? അതെന്തുകൊണ്ടാണ് അങ്കിൾ? വിശുദ്ധ യൗസേ പിതാവ് ഈശോയുടെയും മേരിയുടെയും കൈകളിൽ കിടന്ന് മരിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏറ്റവും സന്തോഷകരമായൊരു മരണമായിരുന്നില്ലേ ഇത്? അതെ. വിശുദ്ധ യൗസേ പിതാവ് കരകൗശലക്കാരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നുണ്ട്, ശരിയാണോ? അതെ, വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ യൗസേ പിതാവിനെ വാസ്തുശില്പിയായി വിവരിക്കുന്നത് നമുക്ക് കാണാം. വാസ്തുശില്പി എന്നാൽ എന്താണ് അങ്കിൾ? വാസ്തുശില്പി എന്നാൽ ആശാരി അല്ലെങ്കിൽ വൈവിധ്യമുള്ള കരകൗശലക്കാരൻ. അങ്കിൾ, എന്നാണ് യൗസേ പിതാവിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്? അത് വളരെ നല്ലൊരു ചോദ്യമാകുന്നു ജോവാൻ. 1726 ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ യൗസേ പിതാവിന്റെ പേര് പുണ്യവാളന്മാരുടെ ലുത്തിനിയയിൽ ചേർത്തു. 1889 ലിയോ 13 മാർപ്പാപ്പ സഭയെ ശത്രുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വിശുദ്ധ യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ എല്ലാ കത്തോലിക്കരോടും ആവശ്യപ്പെട്ടു. വിശുദ്ധ യൗസേ പിതാവ് തന്റെ ജീവിതകാലം മുഴുവനും മേരിയെയും ഈശോയെയും കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് വിശുദ്ധ യൗസേ പിതാവ് കത്തോലിക്ക സഭയുടെ രക്ഷകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 1989 ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ യൗസേ പിതാവിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള കർത്തവ്യം ഒരു ചാക്രിയ ലേഖനത്തിൽ കൂടി അവതരിപ്പിച്ചു. അങ്കിൾ, എനിക്കൊരു സംശയം കൂടിയുണ്ട്. എന്താണ് ജോവാൻ? ചില ചിത്രങ്ങളിലും പ്രതിമകളിലും നമുക്ക് കാണാൻ സാധിക്കും യൗസേ പിതാവ് അറ്റത്ത് പൂക്കൾ ഉള്ള ഒരു വടി പിടിച്ചു നിൽക്കുന്നത്. അത് എന്ത് പൂക്കളാണ്? അതൊരു രസകരമായ ചോദ്യമാകുന്നു ജിം. ആട്ടെ, നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? അങ്കിൾ, നസ്രത്തിലുള്ള ഏതൊരു പുഷ്പമായിരിക്കണം അത്. ഓ അല്ല, ഇത് വ്യത്യസ്തമായൊരു കഥയാണ്. വിവാഹത്തിന് വരുമ്പോൾ വരന്റെ കൈകളിൽ ഒരു വടിയുണ്ടാകും. അത് വാങ്ങിക്കുന്നത് അന്നൊരാചാരമായിരുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ കയ്യിൽ നിന്ന് വടി വാങ്ങിയപ്പോൾ വടിയിൽ ലില്ലിപ്പൂക്കൾ പുഷ്പിച്ചു. യൗസേ പിതാവ് ദൈവത്താൽ ദൈവികമായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നന്ദി അങ്കിൾ, ഞങ്ങളെ യൗസേ പിതാവിന്റെ ജീവിതത്തിൽ കൂടി കൊണ്ടുപോയതിനും തിരുനാളിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സംശയം മാറ്റിത്തന്നതിനും. കുട്ടികളെ, പിയൂസ് 10 മാർപ്പാപ്പ രചിച്ച ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ യൗസേ പിതാവേ, അധ്വാനിക്കുന്നവരുടെ മധ്യസ്ഥനാണല്ലോ അങ്ങ്. അധ്വാനത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഉത്സാഹത്തോടെ അധ്വാനിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗുഡ് ബൈ കുട്ടികളെ. ഗുഡ് ബൈ അങ്കിൾ.